എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു വെളിപ്പെടുത്തൽ NIA നടത്തിയത്. അതായത് അവർ അതിസാഹസികമായിട്ട് 6 വിദേശ പൗരന്മാരെ ഡൽഹി, ലക്നൗ, കൊൽക്കത്ത എയർപോർട്ടിൽ വെച്ച് പിടികൂടി. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ പിടികൂടിയ 6 പേരിൽ ഒരാൾ മുൻ അമേരിക്കൻ സൈനികനാണെന്നും ബാക്കി 5 പേർ ഉക്രൈൻ പൗരന്മാരാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പിടികൂടിയ 6 പേരിൽ ഒരാൾ അമേരിക്കൻ പൗരനായ ഒരാൾ, അയാളുടെ പേര് മാത്യു വാൻഡേക്ക് എന്നാണ്. മാത്യു വാൻഡേക്ക് ഭയങ്കര ഇൻഫേമസ് ആയ ഒരാളാണ്. അതായത് CIA ഏജൻ്റാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും പോയിട്ട് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും അവിടെ രാഷ്ട്രീയപരമായ അസ്ഥിരത്വം, അതൊരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു വാൻഡേക്ക്. അപ്പോൾ അയാൾ ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസർ കൂടിയാണ്. ഇയാളെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പല രീതിയിലുള്ള ഡോക്യുമെൻ്ററികളും ഇയാളെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, ഈ മാത്യു വാൻഡേക്കിനെ അറസ്റ്റ് ചെയ്യുന്നത് കൊൽക്കത്ത എയർപോർട്ടിൽ വെച്ചാണ്. ബാക്കി 5 ഉക്രൈൻ പൗരന്മാരെ ഡൽഹി, ലക്നൗ എയർപോർട്ടിൽ വെച്ചിട്ടാണ് പിടികൂടുന്നത്. അപ്പോൾ ഇവരെ ഡൽഹിയിലുള്ള പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം 11 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ NIA എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തർപ്രദേശ് NIA യൂണിറ്റാണ് ഇവരെ വലിയ രീതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രാജ്യത്ത് പോയിട്ടും ഇയാൾ, അതായത് നമ്മൾ സിനിമയിൽ ഇപ്പോൾ ദുരന്തറിലൊക്കെ സിനിമയിലൊക്കെ കാണുന്നില്ലേ, അതുമാതിരി മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് സ്പൈ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക്. അപ്പോൾ ഈ 6 പേരും വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ മിസോറാം എന്ന് പറയുന്ന അവിടുത്തെ ചെല്ലുകയും അതുവഴി മ്യാൻമറിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ആൾക്കാർക്ക്, ഈ പ്രക്ഷോഭകാരികൾക്ക് വലിയ രീതിയിലുള്ള ആയുധ പരിശീലനം നൽകി എന്നുള്ള വലിയ കുറ്റമാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്കറിയാം അടുത്ത കാലത്ത് മണിപ്പൂർ വലിയ രീതിയിൽ കലാപം നടന്നു. ആ കലാപം നടന്നത് വംശീയ കലാപമാണ്. കുക്കികളും പിന്നെ ഒരു വേറെ കമ്മ്യൂണിറ്റിയും തമ്മിലാണ് അവിടെ കലാപം നടന്നത്. അപ്പോൾ അതിവിടെ എന്താണ്, ഇവിടുത്തെ നെറേറ്റീവ് എന്തായിരുന്നു, കേരളത്തിലേക്ക് നെറേറ്റീവ് എന്തായിരുന്നു? അവിടെ BJP സർക്കാരാണ് മണിപ്പൂർ ഭരിക്കുന്നത്. BJP സർക്കാരും അവിടുത്തെ ലോക്കലായ ആൾക്കാരെ വംശീയപരമായി നേരിടുന്നു എന്ന തരത്തിലാണ് നെറേറ്റീവാണ് ഇവിടെ വന്നത്. പക്ഷേ അവിടെ ശരിക്കും രണ്ട് ആൾക്കാർ, കമ്മ്യൂണിറ്റി തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു അവിടെ നടന്നത്. അതിൽ ഒരു വിഭാഗമായിരുന്നു കുക്കികൾ. അപ്പോൾ ഈ കുക്കികൾ ആ സമയത്ത് സൈന്യത്തിന് നേരെ മിസൈൽ പ്രയോഗിച്ചു. എങ്ങനെ ഇവർക്ക് പറ്റി? അതായത് അവിടുത്തെ ഒരു ലോക്കൽ ആദിവാസി ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കുക്കികൾ. അപ്പോൾ അവർ സൈന്യത്തിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ചു, മിസൈൽസ് ഉപയോഗിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കാര്യത്തിന് ഗൗരവം മനസ്സിലാവുന്നത്, കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. കുറേ നാളായിട്ട് ഈ മാത്യു വാൻഡേക്ക് എന്ന് പറയുന്ന ആൾ ഈ മിസോറാം, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചൊരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക് എന്ന് പറയുന്നൊരു വ്യക്തി. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലെ കലാപങ്ങളുണ്ടായി. അപ്പോൾ ഷെയ്ഖ് ഹസീന അവിടുന്ന് സ്ഥാനഭ്രഷ്ടയാകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു TV ചാനലിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യത്തെ ഒരു ഉന്നതനായ ഒരു വ്യക്തി പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും മ്യാൻമറിലെ കുറച്ച് പ്രദേശങ്ങളും ബംഗ്ലാദേശിലെ ചിറ്റകങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു വലിയ രീതിയിൽ ഒരു സെപ്പറേറ്റ് ഒരു യൂണിയൻ ടെറിട്ടറി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് രാജ്യം എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ വിദേശ ശക്തികൾക്ക് താവളം ഒരുക്കാൻ ഒരു സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ നമ്മൾ അത്രത്തോളം അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഈ സ്ഥാനഭ്രഷ്ടയാകുന്നതിന് മുന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം അതിന് കിട്ടിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ബംഗ്ലാദേശ് കലാപവും നമ്മുടെ പല ഇന്ത്യയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, ഇപ്പോൾ ലഡാക്കിലൊക്കെ കലാപം ഉണ്ടാകുന്നു, അതേ സ്റ്റൈലിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇതൊരു നേരത്തെ പ്ലാൻ ചെയ്ത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് നേരത്തെ ഷെയ്ഖ് ഹസീന പറഞ്ഞ മാതിരി ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും ചിറ്റഗോങ്ങും മ്യാൻമറിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് വലിയ രീതിയിൽ പുതിയൊരു രാജ്യം, ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു വാൻഡേക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് വലിയ രീതിയിൽ മാനങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കേസ് ഇവിടെ നിൽക്കുന്ന കേസല്ല. ഇന്ത്യ ഒരു തരത്തിലും ഇതിന് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുമ്പ് 2021 ലിബിയയിൽ അവിടുത്തെ ഗദ്ദാഫി സർക്കാരിനെതിരെ വലിയ രീതിയിൽ കലാപകാരികൾക്ക്, വിമതർക്ക് ആയുധ പരിശീലനം, ആയുധങ്ങളൊക്കെ നൽകി അവിടെ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കി ലിബിയൻ സർക്കാരിനെ അവിടെ താഴെ ഇറക്കാൻ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അയാളെ ഈ ഗദ്ദാഫി സർക്കാർ പിടികൂടിയിരുന്നു. അതിക്രൂരമായ മെൻ്റൽ ടോർച്ചറിങ് നടത്തിയിരുന്നു ഇയാൾക്കെതിരെ അവിടുത്തെ ലിബിയൻ സർക്കാർ. പക്ഷേ ഇയാൾ അതിവിദഗ്ധമായി ജയിൽ ചാടി വീണ്ടും അമേരിക്കയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇയാളൊരു ചില്ലറക്കാരനല്ല. നേരത്തെ പറഞ്ഞ ഒരു ദുരന്തർ സിനിമയിൽ കാണുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പോൾ ആ വ്യക്തി പോലും ഇയാളുടെ വെറും ശിശുവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശരിക്കും ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം തന്നെ വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഇന്ത്യയെ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കുക, അതായത് എല്ലാ സംസ്ഥാനത്തും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഭരണ അട്ടിമറി നടത്തുക. ഇതാണ് ഇവരുടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരെ പിടികൂടിയതിന് ശേഷം ഡൽഹിയിലെ പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം NIA കസ്റ്റഡിയിൽ വിട്ടു. UP NIA യൂണിറ്റാണ് ഇവർ ചോദ്യം ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാത്യു വാൻഡേക്കിനെ ഇടിച്ച് പിഴിഞ്ഞിരിക്കുകയാണ് UPയിലുള്ള NIA യൂണിറ്റ്.
അതായത് യോഗിയുടെ സ്വന്തം പിള്ളേർ എന്ന് വെച്ചാൽ അവിടുത്തെ NIA യൂണിറ്റും അവിടുത്തെ ATSും അതൊക്കെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസും ഏറ്റവും യങ്ങസ്റ്റായ ആൾക്കാർ വർക്ക് ചെയ്യുന്ന യൂണിറ്റാണ് NIA ആയാലും ഈ ഉത്തർപ്രദേശിൻ്റെ ATS ആയാലും STF ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും യങ്സ്റ്റേഴ്സായ പ്യൂർലി പാട്രിയോട്ടിക് ആയ ആൾക്കാരെയാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ UP യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള UP ഒരു തരത്തിലുള്ള ജനങ്ങൾക്കെതിരെ അട്രോസിറ്റീസും അവിടെ വെച്ച് ഉറപ്പിക്കില്ല, ഒരു തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും UP മണ്ണിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ 2017 യോഗി ആദിത്യനാഥ് അധികാരത്തിലേറ്റതിന് ശേഷം UP ക്ലീൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് തീവ്രവാദികൾ ഇല്ലാതെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് വരൂ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗി ആദ്യം ചെയ്തത് ഗുണ്ടകളൊക്കെ ഒതുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്ത വലിയ വലിയ ഈ സ്പെഷ്യൽ ഫോഴ്സ് NIAയുടെ യൂണിറ്റ്, പിന്നെ അതുപോലെ ATS, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വലിയ രീതിയിലുള്ള ചെറുപ്പക്കാരെ, നല്ല രാജ്യസ്നേഹികളായ ചെറുപ്പക്കാർ അതിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വലിയ വിദഗ്ധന്മാരാണ്. ഒരു നോട്ടത്തിൽ തന്നെ അവൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നതും ഓരോ ചോദ്യത്തിലും അവൻ്റെ എല്ലാം പിടിച്ചെടുക്കാൻ, ഊറ്റിയെടുക്കാൻ തക്ക രീതിയിലുള്ള കപ്പാസിറ്റിയിലെ പിള്ളേരാണ് UPയിലെ ഈ ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കയ്യിലേക്കാണ് ഈ മാത്യു വാൻ ഡൈക്കിനെ കിട്ടിയിരിക്കുന്നത്. 11 ദിവസത്തേക്കാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ UPയിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്യു വാൻ ഡൈക്കിനെ ഇടിച്ച് പിഴിഞ്ഞിരിക്കുകയാണ് NIA. അവൻ്റെ എല്ലാം A to Z അവൻ പിൻകോഡ് സഹിതം പറഞ്ഞു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറുപ്പക്കാരായ പിള്ളേർ, പക്ഷേ പഴയ ആൾക്കാരല്ല, ജെൻസി പിള്ളേരാണ് ഇത്തരം ആൾക്കാരെ ചോദ്യം ചെയ്യുന്നത്. അവർക്കറിയാം ഒരു നോട്ടത്തിലായ ഒരു വാക്കിലായാലും അവൻ എന്താണ് പറയുന്നത്, അവൻ്റെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലെ പിള്ളേരാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഇവനെ ഇടിച്ച് ശരിയാക്കി പല രഹസ്യങ്ങളും ചോർത്തിയെടുത്തു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി അധിക ദിവസം ഈ 11 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അധിക ദിവസം NIA കസ്റ്റഡിയിൽ ഉണ്ടാകരുത് എന്ന് അമേരിക്ക ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബാക്ക് ഡോർ പ്രഷർ നല്ലോണം നടത്തുന്നുണ്ട് ഇന്ത്യ, അതായത് ഇന്ത്യയല്ല അമേരിക്ക. എത്രയും പെട്ടെന്ന് മാത്യു വാൻ ഡൈക്കിനെ അമേരിക്ക വിട്ടുകിട്ടണമെന്ന രീതിയിലാണ് കാര്യങ്ങൾ അമേരിക്ക അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഇന്ത്യ തർപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരാതെ ലീഗലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കാതെ ഒരിക്കലും മാത്യു വാൻ ഡൈക്കിനെ വിട്ടുതരില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ മാത്യു വാൻ ഡൈക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പല ആൾക്കാരും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിലെ 808ാമത്തെ റൂമിൽ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ അജ്ഞാതരാണ് കൊലപ്പെടുത്തിയത്. അതെന്താണ്, ഷാൻഗായ് കോർപ്പറേഷനിൽ പിറ്റേന്നാണ് നരേന്ദ്രമോദി അവിടെ പങ്കെടുക്കുന്നത്. അവിടെ പുട്ടിനായിട്ട് പുട്ടിൻ്റെ ഓറസ് കാറിൽ 45 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറി വന്നതെന്ന് വെച്ചാൽ ഈ ടെറൻസ് ആർവൽ ജാക്സൺ വന്നത് ഈ നരേന്ദ്രമോദി വധിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കാനും വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ അത് അവിടെ ബംഗ്ലാദേശ് പോലീസിനെ പോലും അയാളുടെ ഡെഡ് ബോഡി തൊടിയിപ്പിച്ചില്ല, പെട്ടെന്ന് എടുത്ത് അമേരിക്ക കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകരുത്. അതായത് പല രീതിയിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പം സാധാരണ ഒരു പ്ലെയറല്ല, ഗ്ലോബൽ ഇന്ത്യ വലിയ പ്ലെയറാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇറാനായിട്ടുള്ള ഒരു പ്രശ്നം തീരാൻ പോലും ഇന്ത്യ ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഗ്ലോബൽ ഇന്ത്യ ഒരു വലിയൊരു ഹ്യൂജ് പ്ലെയറായി മാറിയിരിക്കുകയാണ്. അതായത് അത്രയും ഇമ്പാക്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും അത്തരത്തിലെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു സൗഹൃദം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ്, GDP നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. അവിടെ അത് അമേരിക്ക തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇന്ത്യയുടെ അടുത്ത് സോഫ്റ്റായിട്ട് ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസി എന്ന രീതിയിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചെറിയൊരു നെഗോഷിയേഷൻ നടത്തണമെന്ന രീതിയിലുള്ള ഒരു ഈ റിക്വസ്റ്റ് അമേരിക്ക നടത്തിയെന്നുള്ള ഒരു ടോക്കും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. എന്തിനായാലും ഇന്ത്യ ഈ വിഷയത്തിൽ മാത്യു വാൻ ഡൈക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ മീനല്ല, ഒരു വലിയ തിമിംഗലമാണ്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഉത്തർപ്രദേശിലെ പിള്ളേർ പൊക്കിയിട്ടുണ്ടാവും, ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇവനെ അമേരിക്കക്ക് വിട്ടുകൊടുക്കൂ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തുവശം ഇൻ്റർനാഷണൽ ഒരു നമ്മുടെ ജിയോ പൊളിറ്റിക്സും ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷേ ഇന്ത്യക്ക് ആവശ്യമായ പല വിവരങ്ങളും നേടിയെടുത്തതിന് ശേഷം മാത്രമേ ലീഗലി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് ഇവനെ കൈമാറൂ. അപ്പോൾ എന്ത് തന്നെയായാലും ഉത്തർപ്രദേശ് യോഗിയുടെ പിള്ളേർ ഇവനെ ഇടിച്ച് പിഴിഞ്ഞ് ഇവൻ്റെ അടുത്ത് സകല ഡീറ്റെയിൽസും ഊറ്റിയെടുത്തുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.